എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 57, 58 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് രുക്മിണി അച്ഛനമ്മമാരോട് പറഞ്ഞു ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ. ഏട്ടൻ എന്താ പറയണത് വെച്ചാൽ അതിനനുസരിച്ച് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനമ്മമാർ മാത്രമല്ല, രാജധാനി മുഴുവനും തന്നെ അവരവരുടെ ദുഃഖങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ട് രുക്മി പറഞ്ഞതനുസരിച്ച് ആഘോഷങ്ങളൊക്കെ തിമിർത്ത് രുക്മിണിയുടെ വിവാഹത്തിനായിട്ട് ഒരുങ്ങി എന്നാണ്. ഇനി ഭഗവാന്റെ വിഷയമാണ് അടുത്തതായിട്ട് പറയാൻ പോണത്. നമുക്ക് ആദ്യം 57ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉത്പ്രേക്ഷ്യ ദുഃഖം നളിനേക്ഷണായ സ ജാഗ്രദേവ ക്ഷണദാമപോഹ്യ അന്യേദ്യുരാരുഹ്യ രഥം രഥാംഗീ വിദർഭരാജസ്യ പുരീം പ്രതസ്ഥേ. വളരെ ലളിതമായിട്ടുള്ള പച്ച മലയാളം പോലെയുള്ളതായിട്ടുള്ളൊരു സംസ്കൃത ശ്ലോകമാണ്. നമുക്ക് ആദ്യം പദച്ഛേദം ചെയ്യാം. ഉത്പ്രേക്ഷ്യ ദുഃഖം നളിനേക്ഷണായാഹ സ ജാഗ്രത് ഏവ ക്ഷണദാം അപോഹ്യ അന്യേദ്യുഃ ആരുഹ്യ രഥം രഥാംഗീ വിദർഭരാജസ്യ പുരീം പ്രതസ്ഥേ. വളരെ എളുപ്പമാണ് വ്യാഖ്യാനിക്കാൻ. പ്രത്യേകിച്ച് വ്യംഗ്യമായിട്ടുള്ള ഭാഗങ്ങളൊന്നും വരണില്ല. സ രഥാംഗി, ആ രഥാംഗി. രഥാംഗി എന്ന് പറഞ്ഞാൽ രഥത്തിൻ്റെ അംഗം ഉള്ളവൻ, കയ്യിലുള്ളവൻ. രഥസ്യ അംഗം രഥാംഗം, രഥാംഗം അസ്യ അസ്തീതി രഥാംഗി. രഥാംഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. രഥത്തിന് പല പല അംഗങ്ങളുണ്ട്. അതിൻ്റെ കൊടിമരമുണ്ട്, ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമുണ്ട്, സൂതനിരിക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ കുതിരകളെ കെട്ടണ ഭാഗമുണ്ട്. അങ്ങനെ പലതും ഉണ്ടെങ്കിലും രഥാംഗം എന്നുള്ളത് കൊണ്ട് ചക്രം എന്ന അർത്ഥം മാത്രമാണ്. ആ ഒരു അർത്ഥത്തിൽ, ചക്രം എന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ പേരാണ് രഥാംഗി, ചക്രി എന്നർത്ഥം. രഥാംഗപാണി രക്ഷോഭ്യ എന്ന് പറയണ പോലെ അവിടെ ഉണ്ട് രഥാംഗപാണി എന്നെടുത്ത് പറയുന്നുണ്ട്. ശംഖി ചക്രി ചനന്ദഗി എന്ന് പറയണ ദിക്കിൽ ചക്രി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചക്രം എന്നുള്ള അർത്ഥമാണ് രഥാംഗി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രഥാംഗിയായിട്ടുള്ള, ചക്രം ധരിച്ചിട്ടുള്ള, സുദർശന ചക്രം കയ്യിൽ ധരിച്ചിട്ടുള്ളവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നളിനേക്ഷണായാഹ ദുഃഖം ഉത്പ്രേക്ഷ്യ. നളിനേക്ഷണ, നളിനം പോലെ, താമരയിടുതൽ പോലെ അല്ലെങ്കിൽ താമര പോലെ കണ്ണുകളോട് കൂടിയവൾ രുക്മിണി. രുക്മിണിയുടെ ദുഃഖം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട്, മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പം എന്തായിരിക്കും രുക്മിണിയുടെ അവസ്ഥ എന്നുള്ളതിങ്ങനെ മനസ്സിലായിട്ട് ബ്രാഹ്മണനെ പറഞ്ഞയച്ചു വെച്ചാലും ശ്രീകൃഷ്ണൻ അവിടെ എത്താത്തിടത്തോളം രുക്മിണിയുടെ മനസ്സിൽ പേടി തന്നെയാവുമല്ലോ. എപ്പോഴായിരിക്കും ശിശുപാലൻ വരിക, എപ്പോഴാവും ഏട്ടൻ തന്നെ ശിശുപാലന് കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ട് തൻ്റെ സ്വയംവരത്തിൻ്റെ ആ ഒരു സമയം ആലോചിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും രുക്മിണി എന്നുള്ളത് ശ്രീകൃഷ്ണന് നല്ലോണം അറിയാം. അതുകൊണ്ട് അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ ക്ഷണദാം, രാത്രി, ക്ഷണദാം ജാഗ്രതേവ അപോഹ്യ, ഉണർന്നുകൊണ്ട് തന്നെ കഴിച്ചു കൂട്ടിയിട്ട്. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ ശ്രീകൃഷ്ണന് സാധിച്ചില്ല. എന്തായിരിക്കും രുക്മിണിയുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക. ഉണർന്നിരുന്നു കൊണ്ട് തന്നെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട്, അപോഹ്യ ക്ഷണതയെ കഴിച്ചു കൂട്ടിയിട്ട്, അന്യേദ്യു പിറ്റേ ദിവസം, രഥം ആരുഹ്യ തൻ്റെ രഥത്തിൽ കയറിയിട്ട്, ദാരികൻ ഓടിക്കുന്നതായിട്ടുള്ള രഥത്തിൽ കയറിയിട്ട്, വിദർഭരാജസ്യ പുരീം പ്രതസ്ഥേ, വിദർഭരാജാവിൻ്റെ പുരിയിലേക്ക് പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു. അതായത് അന്നൊരു രാത്രി ബ്രാഹ്മണനെ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നിരുന്ന് ആലോചിച്ചു. രാത്രി ഒട്ടും ഉറങ്ങിയില്ല. മനസ്സിലുള്ള സംഘർഷങ്ങളുണ്ടാവാം, രുക്മിണിയെ പറ്റിയിട്ടുള്ള ചിന്തകളുണ്ടാവാം, രുക്മിണിയുടെ മനസ്സിൻ്റെ വ്യഥകളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് ശ്രീകൃഷ്ണന് ഒട്ടും ഉറക്കം വന്നില്ല. അങ്ങനെ ഒട്ടും സമയം കളഞ്ഞില്ല. വെളിച്ചായപ്പോൾ തന്നെ തൻ്റെ കുളിയും തേവാരവും ഒക്കെ കഴിച്ചിട്ട് രഥത്തിൽ കയറിയിട്ട് വേഗം വിദർഭ രാജ്യത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രഥം, രഥാംഗി എന്നൊക്കെ ഒരുമിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. അതൊരു വർണ്ണിക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, പദങ്ങൾ ഒരേപോലെയുള്ള പദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ഉള്ളതായിട്ടുള്ളൊരു സൗന്ദര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് രഥം എന്ന് പറഞ്ഞാൽ രഥം തന്നെ, സ്യന്തനം രഥം എന്നർത്ഥം. രഥാംഗി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്.
രണ്ടും രണ്ടർത്ഥങ്ങളിലുള്ളതാണ്. രഥം എന്നുള്ള പദം രണ്ടിലും വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഭഗവാന്റെ യാത്ര എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ ചെന്നിട്ടുള്ള കാര്യമൊക്കെയാണ് അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. നമുക്ക് 58-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തത്രാഗതം വൈരിമഹീപതീനാം ശ്രുത്വാ സമാജം കലഹം വിശങ്ക്യ സമാവൃതസ്വേന ബലോ ബലേന ദ്രുതം പ്രയാന്തം തമനുപ്രതസ്ഥേ. ആദ്യം പദച്ഛേദം പറയാം. തത്ര ആഗതം വൈരിമഹീപതീനാം ശ്രുത്വാ സമാജം കലഹം വിശങ്ക്യ സമാവൃത സ്വേന ബലേന ദ്രുതം പ്രയാന്തം തം അനുപ്രതസ്ഥേ. കഴിഞ്ഞ ശ്ലോകത്തിലെ പോലെ തന്നെ ഒരേപോലെയുള്ള രണ്ട് വാക്ക്, രഥം രഥാംഗി എന്ന് പറഞ്ഞതുപോലെ തന്നെ ബലോ ബലേന എന്നും ഇവിടെ പറയുന്നുണ്ട്. രണ്ടും രണ്ട് വാക്കുകൾ തന്നെയാണ്. നമുക്ക് ആദ്യം അന്വയത്തിലേക്ക് കടക്കാം, എന്നിട്ട് ഈ പദത്തിൻ്റെ സൗന്ദര്യത്തിനെ പറ്റിയിട്ട് ആലോചിക്കാം. തത്ര, അങ്ങനെ ഭഗവാൻ വളരെ വേഗത്തിൽ യാത്ര ചെയ്തിട്ട് വിദർഭരാജ്യത്ത് എത്തി. അവിടെ, തത്ര എന്ന് പറഞ്ഞാൽ വിദർഭരാജ്യത്തിൽ, ആഗതം വന്നു ചേർന്നിട്ടുള്ളവരായ വൈരിമഹീപതീനാം സമാജം ശ്രുത്വ. മഹീപതി എന്ന് പറഞ്ഞാൽ മഹീഭൂമി, മഹീപതി രാജാക്കന്മാർ, രാജാവ്. മഹീപതീനാം എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്, അനവധി രാജാക്കന്മാർ. എങ്ങനെയുള്ള രാജാക്കന്മാരാണ്? വൈരികളാണ്, തൻ്റെ ശത്രുക്കളാണ്. അവിടെ കൂടിയിരിക്കുന്ന, അതായത് വിദർഭരാജ്യത്ത് രുക്മിണിയുടെ സ്വയംവരവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നവരൊക്കെ തന്നെ ഒരുവിധം പേരും ശ്രീകൃഷ്ണൻ്റെ എതിരാളികളായിട്ടുള്ള രാജാക്കന്മാരാണ്. അപ്പോൾ വൈരി മഹീപതീനാം സമാജം, സമാജം സമൂഹം. അവിടെ വിദർഭരാജ്യത്ത് ശത്രു രാജാക്കന്മാരുടെ ഒരു കൂട്ടം തന്നെ വന്നിട്ടുണ്ട് എന്ന് ശ്രുത്വ, അവിടെ പോയി കണ്ടിട്ടല്ല, കേട്ടു. എങ്ങനെയാണ് കേട്ടത്? ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്കല്ല പോയത്, കുറച്ച് സൈന്യത്തിനെയും കൂട്ടിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ അവർ അന്വേഷിച്ചറിഞ്ഞു, ചാരന്മാരുടെ പോലെ പതുക്കെ ഇറങ്ങി നടന്നിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നിട്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഇവിടെ ധാരാളം രാജാക്കന്മാർ കല്യാണത്തിന് വേണ്ടിയിട്ട്, അതായത് സ്വയംവരത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേരും ശ്രീകൃഷ്ണൻ്റെ എതിരാളികളാണ് താനും. അതുകൊണ്ട് അത് കേട്ടിട്ട് കലഹം വിശങ്ക്യ. അപ്പോൾ ആ ഒരു വിവാഹത്തിൻ്റെ സന്ദർഭത്തിലേക്ക് താനും കൂടി ചെന്നാൽ, സ്വയംവര പന്തലിലെ എല്ലാ രാജാക്കന്മാരും ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടാവും. അവിടേക്ക് ശ്രീകൃഷ്ണൻ ചെന്നാൽ എന്താ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക? കലഹം തന്നെ ഉണ്ടാവുള്ളൂ. അവിടെ വെച്ച് തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും. വിവാഹത്തിന് മുമ്പ് തന്നെ വലിയൊരു യുദ്ധം വേണ്ടി വരും. ഈ വന്നിരിക്കുന്ന രാജാക്കന്മാർ ഒന്നുകിൽ ശ്രീകൃഷ്ണൻ്റെ എതിരാളികളാവാം, അല്ലെങ്കിൽ ശിശുപാലൻ്റെ സുഹൃത്തുക്കളാവാം, മഗധരാജാവായിട്ടുള്ള ജരാസന്ധൻ്റെ സുഹൃത്തുക്കളാവാം. ഇവരാരായാലും ശ്രീകൃഷ്ണൻ്റെ എതിരാളികളാണ്, ശ്രീകൃഷ്ണനെ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ തന്നെ ഒരു യുദ്ധത്തിനുള്ള സാധ്യത കാണാനുണ്ടെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം അങ്ങോട്ട് പോയില്ല. അതാണ് പറയണത്. കലഹം വിശങ്ക്യ, അവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സ്വേന ബലേന സമാവൃത, തൻ്റെ സൈന്യം കുറച്ച് പേരേ ഉള്ളൂ, വളരെ അധികം പേരെയൊന്നും കൊണ്ടുപോയിട്ടില്ല, എങ്കിലും ഉള്ള സൈന്യത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് അവരുടെ ഇടയിൽ, അവരുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടില്ല. പിന്നെ രാജ്യമൊക്കെ ആകുമ്പോൾ അവിടെ ഭടന്മാരുണ്ടാവും, സൈന്യങ്ങളുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് സ്വയംവരം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ അവിടെ പല രാജാക്കന്മാരുണ്ടാവും, അവരുടെ സൈന്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇത് ശ്രീകൃഷ്ണൻ്റെ സൈന്യമാണ് എന്നൊന്നും തിരിച്ചറിയാൻ പോണില്ല. കുറേ ഭടന്മാർ, ആരുടെയൊക്കെയോ ഭടന്മാരെന്നേ വിചാരിക്കുള്ളൂല്ലോ. അതുകൊണ്ട് അവരുടെ ഇടയിൽ അങ്ങോട്ട് ഒതുങ്ങി, ആരും കാണാതെ ഒളിച്ചു നിന്നു. അപ്പോൾ ധൈര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, വേളിക്ക് മുമ്പേ തന്നെ ഒരു യുദ്ധം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. തൻ്റെ ബലത്താൽ, ബലം എന്നുള്ളതിന് സൈന്യം എന്നുകൂടി അർത്ഥമുണ്ട്, ബലത്താൽ സൈന്യത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് സൈന്യത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അത്ര അങ്ങോട്ട് ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളത് കൊണ്ടും അവിടെ നിൽപ്പുറപ്പിച്ചു. കുറച്ച് ദൂരെ, ആ സ്വയംവരത്തിൻ്റെ മണ്ഡപത്തിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല, കുറച്ച് ദൂരെ നിന്നു. അങ്ങനെ ആയപ്പോഴേക്കും എന്തും കൂടി ഉണ്ടായി? ബല ദ്രുതം പ്രയാന്തം തം അനുപ്രതസ്ഥേ. ആ സമയത്ത് ബല, ആ വാക്കിനർത്ഥം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ബലരാമൻ എന്ന് തന്നെയാണ്. ബലരാമൻ എന്താ ചെയ്തത്? ദ്രുതം പ്രയാന്തം തം, വളരെ വേഗത്തിൽ, വെളിച്ചാവാൻ കാലത്ത് ഓടിപ്പോകുന്ന, രഥത്തിൽ കയറി വളരെ വേഗത്തിൽ പോണ ശ്രീകൃഷ്ണനെ കണ്ടിട്ട്, എന്താ തന്നോടൊന്നും പറയാണ്ട് പോയത്, എന്തോ അത്യാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, ഏട്ടനാണല്ലോ, അനിയൻ വേഗത്തിൽ അങ്ങോട്ട് പോകണം കണ്ടപ്പോൾ തന്നോട് പറയാനുള്ള സാവകാശം പോലും ഉണ്ടായില്ല, എന്തോ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കാനുണ്ട്, ആരെയോ രക്ഷിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ബലരാമൻ എന്താ ചെയ്തത്? തം അനുപ്രതസ്ഥേ,
ശ്രീകൃഷ്ണൻ്റെ പിന്നാലെ രഥവും കുറച്ച് സൈന്യങ്ങളുമായിട്ട് വിദർഭ രാജ്യത്തിലേക്ക് പോവുകയും ചെയ്തു. ആദ്യം ശ്രീകൃഷ്ണനും കുറച്ച് സൈന്യമേ പോയുള്ളൂ എങ്കിലും പിന്നാലെ തന്നെ വൈകാതെ ബലഭദ്രരും അദ്ദേഹത്തിൻ്റെ കുറച്ച് സൈന്യങ്ങളും വിദർഭ രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സ്വയംവരമൊക്കെ വരാൻ പോണ ശ്ലോകങ്ങളിൽ കാണാം. നമുക്കിപ്പോൾ ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഉത്പ്രേക്ഷ്യ ദുഃഖം നളിനേക്ഷണായ സജാഗ്രതേ വക്ഷണദാമപോഹ്യ അന്യേദ്യുരാരുഹ്യരഥം രഥാംഗീ വിദർഭരാജസ്യ പുരീം പ്രതസ്ഥേ തത്രാഗതം വൈരിമഹീപതീനാം ശ്രുത്വാ സമാജം കലഹം വിശങ്ക്യ സമാവൃതസ്വേന ബലോബലേന ദ്രുതം പ്രയാന്തം തമനുപ്രതസ്ഥേ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു രഥം രഥാംഗി, ഇവിടെ പറഞ്ഞു ബലോ ബലേന എന്നുള്ളത്. ഇവിടെയും ബല എന്ന് പറഞ്ഞാൽ ബലരാമനെന്നും ബലേന എന്ന് പറഞ്ഞാൽ സൈന്യത്താൽ എന്നുമാണ് അർത്ഥം. രണ്ടും 2 വാക്കുകൾ തന്നെയാണ്, 2 അർത്ഥമാണ്. പക്ഷേ ബലപദം അതിൻ്റെ കൂടെ കൂടിച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ചൊല്ലുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ഒരു സൗന്ദര്യം തോന്നും എന്നുള്ളത് കൊണ്ട് ഒരു ശബ്ദാലങ്കാരമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.